മുഖത്തെ അതിശക്തമായ വേദന, ഷോക്കടിക്കുന്ന പോലത്തെ വേദന, നമുക്ക് മുഖത്തേക്ക് കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരാൾ സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോഴൊക്കെ ഈ വേദന ഷോക്കടിക്കുന്ന പോലെ വരുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. വേദനയുടെ കാരുണ്യം കാരണം സൂയിസൈഡൽ ഡിസീസ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. പക്ഷേ അത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നിട്ടായിരുന്നു. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ട്രൈജമൽ നെർവ് എന്ന് പറയുന്ന നെർവിന് 3 ഡിവിഷൻസ് ഉണ്ട്, V1, V2, V3. അതിൽ ചില ആൾക്കാർക്ക് V3 ഡിവിഷൻ മാത്രമേ ബാധിക്കാറുള്ളൂ. അപ്പോൾ ഈ താടിയുടെ ഈ എല്ലിൻ്റെ ഈ ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക. ചിലപ്പോൾ താടിയെല്ലിൻ്റെ ഈ ഭാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ മുഖത്ത് കവിളിലേക്ക്, തലയൊട്ടിയുടെ ഈ ഫോർഹെഡിലേക്കൊക്കെ വരും. വേദന കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. ചില വേദനകൾ വന്നിട്ട് പെടഞ്ഞ് നമ്മൾ വേദന സംഹാരികൾ പോലും കഴിച്ചാൽ ഒരു മാറ്റവും വരാത്ത വേദന. അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് സാധാരണ എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്ന് ആദ്യം നോക്കണം. എന്തൊക്കെ തരത്തിലാണ് ഈ വേദന പ്രസൻറ്റേഷൻ എന്ന് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങളും ഉണ്ടാവാം. അതിലുള്ള ട്രൈജമൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എറണാകുളം. മുഖത്തെ അതിശക്തമായ വേദന, ഷോക്കടിക്കുന്ന പോലത്തെ വേദന, നമുക്ക് മുഖത്തേക്ക് കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരാൾ സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോഴൊക്കെ ഈ വേദന ഷോക്കടിക്കുന്ന പോലെ വരുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. വേദനയുടെ കാരുണ്യം കാരണം സൂയിസൈഡൽ ഡിസീസ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് സാധാരണ എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്ന് ആദ്യം നോക്കണം. എന്തൊക്കെ തരത്തിലാണ് ഈ വേദന പ്രസൻറ്റേഷൻ എന്ന് അറിയണം. ചില മുഖത്തെ വേദനകൾ ട്രൈജമൽ നെർവ് എന്ന് പറയുന്ന ഒരു നാഡി വ്യൂഹത്തിൻ്റെ മേലെ എന്തെങ്കിലും തലച്ചോറിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴലുകൾ പിണഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ MRI എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. അങ്ങനത്തെ വാസ്കുലർ ലൂപ്പ് പോലത്തെ എന്തെങ്കിലും നാഡീവ്യൂഹത്തിന് മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സർജറിയാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത്. ഇനി അതെല്ലാം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല, മറ്റുള്ള അസുഖങ്ങളോ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള വളർച്ചകളോ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് ഫലപ്രദമാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 55 വയസ്സുള്ള ആളായിരുന്നു. 4 കൊല്ലമായിട്ട് ട്രൈജമൽ ന്യൂറാൾജിയ ഉണ്ട്. പക്ഷേ അത് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നിട്ടായിരുന്നു. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ട്രൈജമൽ നെർവ് എന്ന് പറയുന്ന നെർവിന് 3 ഡിവിഷൻസ് ഉണ്ട്, V1, V2, V3. അതിൽ ചില ആൾക്കാർക്ക് V3 ഡിവിഷൻ മാത്രമേ ബാധിക്കാറുള്ളൂ. അപ്പോൾ ഈ താടിയുടെ ഈ എല്ലിൻ്റെ ഈ ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക. ശക്തമായ വേദന വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും, കാറ്റടിക്കുമ്പോൾ വേദന, പുകച്ചിൽ, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. ഇദ്ദേഹത്തിന് 3 ഡിവിഷൻസും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് V1, V2, V3. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ അവർ MRI ഒക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. പ്രത്യേകിച്ച് അങ്ങനെ തലച്ചോറിൻ്റെ ഉള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. രക്തക്കുഴൽ അങ്ങനെ പഴഞ്ഞു നിൽക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളൊന്നും ഈ ന്യൂറോപ്പതിക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ട്രൈജമൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന നാഡീവ്യൂഹത്തെ നമുക്ക് ബലൂൺ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഇത് തീർത്തും ഒരു തിയേറ്റർ പ്രൊസീജിയറാണ്. എക്സ്റേ ഗൈഡൻസിലാണ് ചെയ്യുന്നത്. മുഖത്തിൻ്റെ കവിളിൻ്റെ ഭാഗമാണിത്. ഇത് പല്ലുകൾ, ഇത് താഴത്തെ പല്ല്, ഇത് കവിള്, ഇത് താടിയല്ല്. അപ്പോൾ താടിയലിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ നീഡിൽ പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ ട്രൈജമൽ നെർവ് പുറത്തേക്ക് വരുന്നൊരു ഫൊറാമൻ, അതായത് ഒരു ചെറിയൊരു സുഷിരമാണ് ഫൊറാമൻ ഒവെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു നീഡിൽ പ്ലേസ് ചെയ്തു. ആ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ലാറ്ററലി ഒരു എക്സ്റേ എടുത്തു. ഇതൊക്കെ തിയേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതാണ്. എക്സ്റേ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ട്രൈജമൽ നെർവ് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നീഡിൽ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഒരു ഡയലേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആ ഭാഗത്തിൻ്റെ ഈ ഒരു ട്രൈജമൽ ഗാംഗ്ലിയോണിൻ്റെ അവിടെ തന്നെ എത്തുന്ന രീതിയിലുള്ള ഒരു ഫൊഗാട്ടി കത്തീഡ്രൽ കയറാൻ പാകത്തിലുള്ള ഡയലേറ്റർ പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വേറൊരു പ്രോബ് പാസ് ചെയ്തിട്ട് ആ ഭാഗം കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി. അതിനുശേഷം ഒരു ബലൂൺ, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു ബലൂൺ കയറ്റി വിട്ടിട്ട് ഡൈ കൊടുക്കുന്ന പിക്ചറാണിത്. ആ ഡൈ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നെർവിനെ കുറച്ച് നേരത്തേക്ക് ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നേരം വരെ അവിടെ വീർപ്പിച്ച് വെക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ ട്രൈജമൽ ഗാംഗ്ലിയോണിൻ്റെ മേലേക്ക് വരുന്ന പ്രഷർ കാരണം ആ വേദന കൊണ്ടുപോകുന്ന നാഡികളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ നീഡിൽ ഊരിയിട്ട് കഴിയും. അപ്പോൾ ഇതൊരു OT പ്രൊസീജിയറാണ്. ഡേ കെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഭക്ഷണം കഴിക്കാതെ രോഗിയെ നമ്മൾ തിയേറ്ററിനുള്ളിൽ പ്രവേശിപ്പിച്ചിട്ട് മയക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മൾ പേഷ്യൻ്റെ ആ ഭാഗത്തുള്ള നാഡീവ്യൂഹങ്ങളുടെ കരിപ്പിക്കുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടാവാം. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മയക്കിയിട്ടാണ് ചെയ്യുന്നത്. റിക്കവറി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘകാലമായി കഴിക്കുന്ന ഈ നാഡീ മരുന്നുകൾക്ക് അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മറ്റുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ മിനിമൽ ഡോസിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കും. ചില ആൾക്കാർക്ക് പൂർണ്ണമായി നിർത്താനും സാധിക്കും. ഒരു 5-6 വർഷത്തേക്ക് ഈ വേദന ഇല്ലാതാക്കാൻ ഈ ബലൂൺ ഡീകംപ്രഷനോട് നമുക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചികിത്സയാണ് ട്രൈജമൽ RF, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് ഏതെങ്കിലും ഒരു നാഡീനെ മാത്രം ബാധിക്കുമ്പോൾ ഒന്നോ രണ്ടോ നാഡീ വരെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്യാം. പക്ഷേ 3 നാഡീനെ ഒരുപോലെ ബാധിക്കുന്ന ട്രൈജമൽ നെർവിൻ്റെ അസുഖമാണെങ്കിൽ ബലൂൺ ഡീകംപ്രഷനാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവാറുള്ളത്. അപ്പോൾ ഇതിന് പൊതുവേ സൈഡ് എഫക്ട്സ് കുറവാണ്. നമ്മളുടെ മുഖത്ത് ഒരു പെർമനൻ്റായിട്ട് ചെറിയൊരു തരിപ്പുണ്ടാവാം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ. സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും 1-2 ആഴ്ച വരെ ഒരു ശക്തിക്കുറവ് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അതിൽ കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. തീർത്തും ഒരു പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സൂയിസൈഡൽ ഡിസീസ് എന്ന് പറയുന്ന ട്രൈജമിനൽ ന്യൂറാൾജിയക്ക് ഒരു ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റാണിത്. പ്രത്യേകിച്ച് സർജറിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കും.